നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്, ഞായറാഴ്ച. എന്തെങ്കിലും ഒരു സാഹിത്യ ചിന്ത വേണം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹനുമാൻ സ്വാമിക്ക് സങ്കടമോചനൻ എന്നൊരു പേരുണ്ട്. ആ പേരദ്ദേഹം ആർജിച്ചെടുത്ത പേരാ. മറ്റുള്ളവരുടെ രാമായണത്തിലെ പല പല സന്ദർഭങ്ങളിലും വാനരന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ സങ്കടങ്ങൾ തീർത്ത അദ്ദേഹത്തിന് പേര് സങ്കടമോചനൻ എന്ന പേര് ലഭിക്കുകയാണ് ചെയ്തത്, ആർജിച്ചെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചു. 6 കാര്യങ്ങൾ പറയുകയുണ്ടായി. ബാലൻ ബജരംഗനായിരിക്കുമ്പോൾ സൂര്യനെ വിഴുങ്ങി ഇരുട്ടിലായ പ്രപഞ്ചത്തെ മുഴുവൻ പിന്നെ സൂര്യനെ സ്വന്തമാക്കി വിട്ട് സങ്കടം മോചിപ്പിച്ചു. അങ്ങനെ ആദ്യം സങ്കടമോചനനായി. പിന്നീട് രാമരാവണ യുദ്ധത്തിലെ പല കാര്യങ്ങളും സീതാദേവിയുടെ കാര്യങ്ങളും ദുഃഖത്തിനൊക്കെ അറുതി വരുത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് സുഗ്രീവൻ്റെ സങ്കടം തീർത്തു പല സന്ദർഭം. അങ്ങനെ 6 കഴിഞ്ഞ് 7ാമത്തെ ഒരു സങ്കടം മോചനൻ, 7ാമതും ലഭിച്ച പേരെന്താ? പാതാളത്തിലൊരു രാക്ഷസനുണ്ടായിരുന്നു, അഹിരാവണൻ എന്നാണ് പേര്. ഈ അഹിരാവണൻ എന്ത് ചെയ്തു? ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ തരത്തിന് കിട്ടിയപ്പോൾ ലക്ഷ്മണനെ അങ്ങ് മോഷ്ടിച്ചു കൊണ്ടുപോയി പാതാളത്തിലേക്ക്. ലക്ഷ്മണനെ കാണാണ്ടായിട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞ് ശ്രീരാമൻ ഇങ്ങനെ അന്വേഷിച്ച് അനുജനെ അന്വേഷിച്ച് നടക്കണ സമയത്ത് ശ്രീരാമനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൈന്യസമേതം അഹിരാവണൻ വലിയ രാജ്യപദവിയിൽ വാഴുന്ന ഒരു സ്ഥലത്താണൊക്കെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ദേവിയെ പൂജിക്കുന്ന പതിവുണ്ട് അഹിരാവണന്. ആ ദേവിയുടെ പ്രീതിക്കായിട്ട് നരബലി നൽകണം. നരബലി നൽകുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബലി കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ല 2 യുവകോമളന്മാരെയല്ലേ കിട്ടിയിരിക്കണേ അഹിരാവണനെ മോഷ്ടിച്ച് കൊണ്ടുപോയിട്ട്. ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ ദേവിക്ക് വേണ്ടി നരബലി കൊടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ഇവരെ രക്ഷപ്പെടാൻ ഒരു വഴിയിൽ എന്താ വേണ്ടതെന്ന് എങ്ങനെയോ ശ്രീരാമനെയും ലക്ഷ്മണനെയും കാണാതെ ഭൂമിയിൽ അന്വേഷിച്ച് നടന്നൊടുക്കം ഹനുമാൻ സ്വാമി ഈ വിവരം അറിഞ്ഞു. അദ്ദേഹം പാതാള ലോകത്ത് ചെന്ന് അഹിരാവണനെയും സൈന്യത്തെയും ചൂടും വധിച്ചു, നശിപ്പിച്ചു. എന്നിട്ട് രാമലക്ഷ്മണന്മാരെ തൻ്റെ 2 തോളിൽ കയറ്റിക്കൊണ്ടാണ് രക്ഷിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഈ ഭൂമിയുടെ മുഴുവൻ ദുഃഖവും എന്ന് പറയാം, ശ്രീരാമലക്ഷ്മണന്മാരെ കാണാണ്ടായി എല്ലാവർക്കും ദുഃഖമല്ലേ, ശ്രീരാമലക്ഷ്മണന്മാരുടെ ജീവൻ രക്ഷിച്ച് അവരുടെ സങ്കടത്തെ തീർത്ത് എല്ലാവരുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ സങ്കടത്തെ തീർത്ത അങ്ങയ്ക്ക് സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചു. ഈ കാര്യം അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഭൂമിയിൽ? ഇല്ല, ആരുമില്ല. അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഈ ഭാഗമാണ് ഭക്തകവിയായ ഗോകുൽദാസ് പാടുന്നത്. അദ്ദേഹം പാടുന്നത് ഒരു പ്രാവശ്യം ഞാനൊന്ന് പറയാം. ഗോസ്വാമി തുളസീദാസ് എന്ന് പറയുന്ന ഒരു ലേഖകനാണ് ഈ കവിതയുടെയൊക്കെ ഒരു രചിച്ചിട്ടുള്ള ആൾ. അപ്പോൾ തുളസീദാസ്, ഗോസ്വാമി തുളസീദാസ് ഭക്തകവി തുളസീദാസ് പാടുന്ന ആ വരികൾ ഒന്ന് ഞാൻ വായിക്കാം, എനിക്കറിയുന്ന പോലെ കേട്ടോ. ബന്ധു സമേത് ജപയ്യഹിരാവന്, ബന്ധു സമേത് ജപയ്യഹിരാവന്, ലൈ രഘുനാഥ് പതാൽ സിതാരോ, ലൈ രഘുനാഥ് പതാൽ സികാരോ, देपिहिं पूजी भली विधि सोम्बली, देपिहिं पूजी भली विधि सोम्बली, देल सबै मिली मंत्र बिजारो, देल सबै मिली मंत्र बिजारो, जाय सखाय भयो तब ही, जाय सखाय भयो तब ही, अहिरावण सैन्य
സಮೇത് സഖാരോ അഹിരാവന സൈന്യ സಮೇത് സംഖാരോ കോനഹി ജാനത് കേ ജഗ് മേ കോനഹി ജാനത് देव है जग में कभी संकट मोचन നാം തിഹാരോ. അതായത് ബന്ധു സമേത് സഹോദരനായ ലക്ഷ്മണനോടൊപ്പം അഹിരാവണൻ എന്ന രാക്ഷസൻ ജബൈ എപ്പോഴാണോ അങ്ങയെ ലൈരഘുനാഥ് ശ്രീരാമനെയും കൂടെ എന്ന് വെച്ചാൽ ജ്യേഷ്ഠനെയും അനുജനെയും പാതാള ലോകത്തിലേക്ക് സിഗാരോ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ശ്രീരാമനെ ലക്ഷ്മണനെയും അഹിരാവണൻ അവരെ ബോധം കിടത്തി മോഹാത്സ്യപ്പെടുത്തി എന്നാണ് പറയണത്. എന്നിട്ട് പാതാളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവിക്കും പൂജി അവിടെ ചെന്നിട്ട് എന്താ ദേവിയുടെ പൂജ നടക്കുക. ആ പൂജയുടെ അവസാനം തരബലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേവപ്രീതിക്കായിട്ട് ബലിബിദിസോം എന്ന് വെച്ചാൽ വേണ്ടതുപോലെ കുളിപ്പിച്ച് ചുവന്ന മാലയൊക്കെ ഇടിച്ച് ചുവന്ന പട്ട കൊടുപ്പിച്ച് ബലി കൊട്ടക്കാൻ തയ്യാറാക്കി അങ്ങനെ ദേവിയുടെ നടയിൽ രണ്ടുപേരെയും കൊണ്ടുവന്നു. ബലിമേള എന്ന് വെച്ചാൽ ബലി കൊടുക്കാനായിട്ട് സഭൈ എല്ലാവരും കൂടി ചേർന്നിട്ട് അവർ ഓടിപ്പോയാൽ പറ്റില്ല, കൊല്ലാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഓടിപ്പോകാണ്ടൊക്കെ ചുറ്റും നിന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ മന്ത്രം ഗൂഢാലോചന നടത്തിക്കൊണ്ട് വിചാരോ ഇവരെ ബലി കൊടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. സഹായിക്കാനായിട്ട് ചെന്ന സൈന്യസമേതം അവർ ഹനുമാൻ സ്വാമി അവിടെ ചെന്ന് സൈന്യസമേതം അഹിരാവണനെ വധിച്ചു. സൈന്യത്തെ മുഴുവൻ മുച്ചൂടും വധിച്ചു, അഹിരാവണനെയും വധിച്ചു. എന്നിട്ട് സംഹാരോ അവരെയൊക്കെ സംഹരിച്ചതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശ്രീരാമനെയും ലക്ഷ്മണനെയും ഈ ഭൂമിയിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തു. ഇല്ലെങ്കിൽ അവരും ആരും അറിയാതെ പാതാളത്തിൽ കിടന്ന് മരിച്ചു പോയേനെ. പക്ഷെ അങ്ങനെ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഇവിടെ കാത്തിരിക്കുന്ന മാനവ സമൂഹത്തിൻ്റെയും ഭൂമിയിലെ എല്ലാ മാനവലോകത്തെയും സങ്കടം പരിഹരിച്ച അല്ലയോ ദേവി, അങ്ങ് തന്നെ സങ്കടമോചനം. അങ്ങനെ സ്തുതിക്കുകയാണ്, ദേവിയെ സ്തുതിക്കുകയാണ്. ഒരു ഇത് വായിക്കാം. ഈ പാതാളലോകത്ത് അഹിരാവണൻ എന്ന രാക്ഷസൻ ലക്ഷ്മണനോടൊപ്പം ശ്രീരാമനെയും പാതാളലോകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള മറ്റ് രാക്ഷസന്മാരുമൊക്കെ ആയിട്ട് ആലോചിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ദേവീ പൂജയിൽ കൂടുതൽ ദേവീ പ്രീതിക്കായിട്ട് നരബലി നടത്താൻ തീരുമാനിക്കുകയും അങ്ങ് ഉടൻ തന്നെ വേഗം വേണ്ട വിധം ദേവിക്ക് 2 പേരെയും ബലി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അറിഞ്ഞ ഒട്ടനെ തന്നെ അങ്ങ് അവിടെ എത്തി സേനാസമേതം അഹിരാവണനെ വധിച്ച് നീലം പരിച്ചാക്കി. സൈന്യവും ഇല്ല, അഹിരാവണനും ഇല്ല, ആരുമില്ല. എല്ലാവരെയും ഹനുമാൻ വധിച്ചു കളഞ്ഞു. ശ്രീരാമലക്ഷ്മണന്മാരെ ബന്ധനത്തിൽ നിന്നും വിമുക്തരാക്കി. അതുവഴി ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും സങ്കടം തീർന്നു, സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചു. അങ്ങേക്ക് സങ്കടമോചനൻ എന്ന പേരും ലഭിച്ചു. മാനവലോകത്തിൻ്റെ ഭൂമിയിലുള്ളവരുടെ ഒക്കെ സങ്കടം മാറുകയും ചെയ്തു. അങ്ങേക്ക് സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചു. അങ്ങയുടെ ഈ മഹത്വം മനസ്സിലാക്കാത്തവരായിട്ട് ഭൂമിയിൽ ആരും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഈ വരികൾ ഗോകുൽദാസ്ജിയുടെ ഈ വരികൾ ഞാൻ ഒന്ന് വായിക്കാം, എനിക്ക് അറിയുന്നതിൽ. बंधु समेत जबई अहिरावण लाई रघुनाथ पदाल सिदारो देवी किम पूज भली पीति सोमबली देवै सबई मिली मंत्र बिजारो जय सखाय भयो तब की അഹിരാവണ സൈന്യ സമേത് സംഹാരോ. അഹിരാവണനെ സൈന്യത്തോടുകൂടി തന്നെ എല്ലാം വധിച്ച് എല്ലാവരെയും പരാജയപ്പെടുത്തി യുദ്ധത്തിൽ.
കോനഹി ജാനത് കേ ജഗ് മേ. ഈ ലോകത്ത് ഈ മഹത്വം അറിയാത്തവരായിട്ടുണ്ട് കവി. അപ്പോൾ ആ വാനരശ്രേഷ്ഠൻ അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല. ആ കവി വാനരശ്രേഷ്ഠൻ സങ്കടമോചന നാമ തിഹാരോ. ആ നിമിഷത്തിൽ തന്നെ സങ്കടമോചനൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു എന്നാണ് ഈ വരികളിൽ പറയുന്നത്. ഇതുവഴി വന്നാലും വിത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.